ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. 1 രാജാക്കന്മാർ 17-ാം അധ്യായം നമ്മൾ വായിക്കുന്നു. പഴയ നിയമത്തിലെ വലിയ പ്രവാചകനായിരുന്ന ഏലിയ പ്രവാചകനെ കുറിച്ചാണ് നമ്മൾ ഈ അധ്യായത്തിൽ വായിക്കുന്നത്. അദ്ദേഹം ജീവിച്ചത് ദുഷ്ടനും അവിശ്വാസിയുമായ ആഹാബ് രാജാവ് ഭരിക്കുന്ന കാലഘട്ടത്തിലാണ്. ഇതിനു മുമ്പുള്ള അധ്യായം നമ്മൾ കണ്ട അവസാനം ആഹാബ് രാജാവ് ഭരണമേൽക്കുന്നു. അദ്ദേഹം മറ്റ് മുമ്പുണ്ടായിരുന്ന രാജാക്കന്മാരെക്കാളൊക്കെ ദുഷ്ടനായൊരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. ദുഷ്ടനും അവിശ്വാസിയുമാണ്. ആ സമയത്ത് യഹോവയുടെ കൽപ്പന പ്രകാരം ഏലിയാവ് ചെന്ന ആഹാബ് രാജാവിനോട് പറയുന്നു, ദേശത്ത് വലിയ ക്ഷാമം ഉണ്ടാകാൻ പോകുകയാണ്, വരൾച്ച ഉണ്ടാകുകയാണ്, മഴയോ മഞ്ഞോ പെയ്യുകയില്ല, ഞാൻ പറയാതെ മഴയും മഞ്ഞും ഇവിടെ പെയ്യുകയില്ല. കാരണം ആഹാബിൻ്റെ പാപപ്രവൃത്തി മുഖാന്തരം, അവൻ മുഖാന്തരം ജനങ്ങളും പാപത്തിൽ ഒക്കെയും അകപ്പെട്ടിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ രാജാവിന് ഇഷ്ടപ്പെടത്തില്ല. രാജാവ് ഈ ഏലിയ പ്രവാചകനെ വധിക്കാൻ സാധ്യതയുണ്ട് എന്ന് ദൈവം മനസ്സിലാക്കിയിട്ടായിരിക്കണം ദൈവം ഏലിയാവിനോട് ഇവിടെ പറയുന്നുണ്ട്, ജോർദാന് കിഴക്കുള്ള കെരീത് തോട്ടിൻ്റെ സമീപത്ത് നീ പോയി പാർക്കുക. നിനക്ക് ആ കെരീത് തോട്ടിലെ അരുവിൽ നിന്ന് വെള്ളം നിനക്ക് കുടിക്കാം. കാക്കയെ കൊണ്ട് ഞാൻ അപ്പവും മാംസവും നിനക്ക് ഞാൻ നൽകും. കാക്ക എന്ന പക്ഷിയുടെ സ്വഭാവം നമുക്കറിയാം. അത് സാധാരണ മറ്റുള്ളവരിൽ നിന്ന് അത് എല്ലാം തട്ടിയെടുക്കുന്ന സ്വഭാവമാണ് കാക്കയ്ക്കുള്ളത്. സ്വാഭാവികമായിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങൾക്കല്ലാതെ മറ്റാർക്കും ഒന്നും കൊടുക്കുന്ന ഒരു പക്ഷിയല്ല കാക്ക. വളരെ കൗശലം നിറഞ്ഞ ഒരു പക്ഷിയായിട്ട് നമുക്ക് കാക്കയെ കാണാൻ പറ്റും. പക്ഷെ ആ കാക്കയെ ഉപയോഗിച്ച് ദൈവം ഏലിയാവിന് അപ്പവും മാംസവും കൊണ്ട് കൊടുക്കുകയാണ്. കാരണം സകല സൃഷ്ടികളും ദൈവത്തിൻ്റേതാണ്. സങ്കീർത്തനം 50-10-11 വാക്യങ്ങൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, വനത്തിലെ സർവമൃഗങ്ങളും കുന്നുകളിലെ ആയിരക്കണക്കിന് കന്നുകാലികളും എൻ്റേതാകുന്നു. ആകാശത്തിലെ പറവകളെ ഞാൻ അറിയുന്നു, വയലിൽ ചലിക്കുന്നതെല്ലാം എൻ്റേതാണ്. അപ്പോൾ ദൈവം പറഞ്ഞാൽ അവയൊക്കെയും ദൈവത്തിന് വിധേയപ്പെട്ട്, സൃഷ്ടാവായ ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്നതാണ്. അതുകൊണ്ട് കാക്കയെ കൊണ്ട് ദൈവം ഭക്ഷണം കൊടുപ്പിച്ച് ആ അരുവിയിലെ നല്ല വെള്ളം കുടിച്ച് ഏലിയാവ് അവിടെ ഇപ്പം ഇത് പാർത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അത്ഭുതകരമായ നടത്തിപ്പ് ദൈവം ഉണ്ടാക്കുമെന്നുള്ള വലിയ ഒരു അനുഭവം ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഫിലിപ്പിയ ലേഖനം 4:19 അപ്പോസ്തലനായ പൗലോസ്ലീഹ നമ്മളോട് പറയുന്നു, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെയും നിങ്ങൾക്ക് നൽകും. മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് നൽകും. നമ്മൾ ആ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്താൽ മാത്രം മതിയെന്ന അതിനർത്ഥം. അപ്പം അങ്ങനെ മഴ പെയ്യാതിരുന്ന ആ അരുവിയിലെ വെള്ളം പറ്റിയതായ സമയത്ത് യഹോവയായ ദൈവം ഏലിയാവിനെ സാരെഫാത്തിലെ ഒരു വിധവയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ്. ദേശത്ത് മുഴുവൻ ക്ഷാമമാണ്, ധാരാളം ആളുകൾ ക്ഷാമം കൊണ്ട് മരിക്കുന്നു. ഏലിയാവ് അവിടെ ചെന്നപ്പോൾ ആ സ്ത്രീ വന്ന വിറക് പെറുക്കുകയാണ്. അപ്പോൾ ഏലിയാവ് അവളോട് അല്പം ഭക്ഷണം ചോദിച്ചു. അവൾ പറഞ്ഞു, ആകെ എൻ്റെ കയ്യിൽ അല്പം മാവും കുറച്ച് എണ്ണയും മാത്രമേ ഉള്ളൂ. അത് കൊണ്ട് അപ്പം അടയുണ്ടാക്കി ഭക്ഷിച്ചിട്ട് ഞാനും എൻ്റെ മകനും മരിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ഏലിയാവ് അവളോട് പറഞ്ഞു, അതിൽ നിന്ന് ഒരട എനിക്കുണ്ടാക്കി തരണം. ആ സ്ത്രീ വിശ്വാസിയായിരുന്നത് കൊണ്ടും തനിക്കില്ലെങ്കിൽ പോലും ഉള്ളതിൽ നിന്ന് കൊടുക്കുവാൻ അവൾക്ക് മനസ്സാണ്. ധാരാളം ആളുകൾ അവരുടെ സമ്പന്നതയിൽ നിന്ന് ദാനധർമ്മം ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. സ്വാഭാവികമായി അല്പം ദയവുള്ളവരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. എന്നാൽ ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതെടുത്ത് കൊടുക്കുക എന്നുള്ളത് വളരെ ചുരുക്കമാണ്.
ഒരു നേരത്തേക്ക് അവർക്ക് ഭക്ഷിക്കാനുള്ള മാവും അതിനുള്ള എണ്ണയും മാത്രം ആ ഭവനത്തിലുള്ളപ്പോൾ അതിൽ നിന്നാണ് ഏലിയാവ് ഭക്ഷണം ചോദിക്കുന്നത്. ആ സ്ത്രീ ഒരു മടിയും പറയാതെ ഏലിയാവിനെ അടയുണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കാൻ സാധിക്കുന്നതാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്ന മനുഷ്യൻ്റെ ലക്ഷണമെന്ന് പറയുന്നത്. കേരളത്തിലെ സാഹിത്യകാരനായിരുന്ന ശ്രീ സുകുമാർ അഴീക്കോട് കുറേ വർഷങ്ങൾക്ക് മുൻപ് നടത്തിയൊരു പരാമർശം ഞാൻ ഓർക്കുന്നു. പണ്ടത്തെ അമ്മയും ഇന്നത്തെ അമ്മയും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹം പറഞ്ഞു. പണ്ട് ഭവനങ്ങളിലൊക്കെ ദാരിദ്ര്യമായിരുന്നു. ദാരിദ്ര്യമുണ്ടായിരുന്ന കാലത്ത് അമ്മ വൈകിട്ട് മക്കൾക്ക് ഭക്ഷണം വിളമ്പുമ്പോൾ ദൂരെ എങ്ങാനും ഒരു ചൂട്ടുവട്ടം കണ്ടാൽ മക്കളോട് പറയും, മക്കളെ ഭക്ഷിക്കാൻ വരട്ടെ, ആരോ വരുന്നുണ്ട്, അവരോട് വന്നിട്ട് നമുക്ക് ഭക്ഷിക്കാം. നടന്നു വരുന്നവർക്ക് കൊടുക്കാൻ വേറെ ഭക്ഷണമില്ല, ഇതിൽ നിന്ന് അവർക്കൂടെ കൊടുക്കാം എന്ന് അന്നത്തെ അമ്മമാർ പറയുമായിരുന്നു. ആ സ്ഥാനത്ത് ഇന്നത്തെ അമ്മമാർ മക്കൾ ഭക്ഷണം കഴിക്കുമ്പോൾ രാത്രിയിൽ ദൂരെ എങ്ങാനും ഒരു വാഹനത്തിൻ്റെ വെളിച്ചം കണ്ടാൽ മക്കളോട് പറയുന്നത്, ആരോ വരുന്നുണ്ട്, നീ ഭക്ഷിച്ചിട്ട് എഴുന്നേറ്റ് കൊള്ളുക, നിന്റെ ഭക്ഷണം നീ ഭക്ഷിച്ചു കൊള്ളുക എന്നുള്ള ദൂതായിരിക്കും മക്കൾക്ക് നൽകുക. കൊടുക്കുവാൻ ആരെയും പഠിപ്പിക്കുന്നില്ല, പരിശീലിപ്പിക്കുന്നില്ല, വാങ്ങുവാൻ മാത്രമേ നമ്മൾ പഠിപ്പിക്കുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ ഈ വിധവയിൽ നമ്മൾ കാണുന്ന സ്വഭാവം, അവൾക്കും തൻ്റെ മകനും ഒരു നേരത്തെ ഭക്ഷണത്തിന് മാത്രമുള്ളത് അവൾ ഏലിയാവിനു കൂടെ അത് പങ്കുവയ്ക്കുകയാണ്. അതാണ് ദൈവികമായ പ്രവൃത്തി എന്ന് പറയുന്നത്. പിന്നീട് എന്ത് സംഭവിക്കുന്നു നമ്മൾ വായിക്കുന്നു. അതിൻ്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ ആ വിധവയുടെ മകന് ഒരു രോഗം വന്ന് അവൻ മരിക്കാറാവുകയാണ്. അപ്പോൾ അവൾ ചോദിച്ചു, ഞാൻ ദൈവത്തെ ഇത്രമാത്രം സ്നേഹിച്ച് എനിക്കിതാണോ എനിക്ക് ലഭിക്കുന്ന പ്രതിഫലം? ഏലിയാവ് അവൻ്റെ മേൽ ചെന്ന് വീണ് പ്രാർത്ഥിക്കുന്നതും അവനെ ജീവനുള്ളവനാക്കി അവളുടെ കൈ കൊടുക്കുകയും ചെയ്യുകയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവനാമത്തിൽ ശുശ്രൂഷിച്ചവരെ അവരുടെ ജീവിതത്തിലും ക്രൂശിൻ്റെ അനുഭവങ്ങളുണ്ട്. മകന് കഠിനമായ രോഗം വരികയാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ ദൈവം വലിയ വിടുതൽ അവർക്ക് നൽകുന്നതായി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് യാക്കോബ് പറഞ്ഞു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ പരീക്ഷ സഹിക്കേണ്ടി വരുന്നത് കൊള്ളാവുന്നവനായി തെളിയാനാണ്. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് താൻ വാഗ്ദത്തം ചെയ്ത് ജീവകിരീടം പ്രാപിക്കും. യാക്കോബിൻ്റെ ലേഖനം 1:12 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ സാരേഫാത്തിലെ വിധവയെ പോലെ ആയിരിക്കാം നമ്മുടെ കർത്താവ് പറഞ്ഞു, എൻ്റെ നാമത്തിൽ ഒരു പാത്രം വെള്ളം കുടിക്കാൻ കൊടുത്താൽ പോലും നിങ്ങൾക്ക് പ്രതിഫലം ഇല്ലാതെ പോകുകയില്ല. ആ കർത്താവിൻ്റെ വചനം കേട്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്കിടയായിത്തീരണം. കർത്താവെ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലും ഉള്ളതനുസരിച്ച് ഇല്ലാത്തവന് പങ്കുവെച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏലിയാവിൻ്റെ ജീവിത സാഹചര്യങ്ങളിലെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും ചിന്തിച്ച് അതിലെ നല്ല വശങ്ങളെയൊക്കെ എടുത്ത് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താം. ദൈവം അതിന് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.